ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലഡ് വന്ന സമയത്ത് പോലും നമ്മുടെ മുറ്റത്തേക്കൊന്നും വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം നല്ല വെള്ളം പൊന്തി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മോള് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ, വെള്ളം ഉള്ളത് കാരണം. ഒരാൾക്ക് മടിയായിട്ട് എങ്ങനെയാണ് വെള്ളത്തിൽ കൂടെ നീന്താന്ന് വിചാരിച്ച് പോകാതിരിക്കുക. അങ്ങനെ ഒരുവിധം സ്കൂളിലേക്ക് പോകാനിട്ട് 2 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിന് പോകാത്തതുകൊണ്ട് ഭയങ്കര മടിയായിട്ട് അവൾക്ക് പോകാനായിട്ട്. അപ്പോൾ എന്നോട് കൂടെ വരാൻ പകുതി വരെ ഒന്നും കൂടെ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അവളെ കൂടെ പോകാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നടന്നു പോണ ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളമായിരുന്നു. ഈ പുല്ലൊന്നും കാണാത്ത രീതിയിൽ വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവാത്തത് കാരണമാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇല്ലാതെ. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അത് ഏട്ടൻ്റെ ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എന്നോട് പറഞ്ഞ്, ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് ഇവിടെയൊക്കെ നല്ല വെള്ളം പൊന്തിക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഫ്രണ്ടിലത്തെ വീഡിയോ മാത്രമേ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഞാനും മോളെ കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് അപ്പോ വരുന്നുണ്ടല്ലേ, ക്ഷമിക്കണേ. അങ്ങനെ ഇതാ മോളെ കൊണ്ടാക്കുകയാണ്. അവൾ ബസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, ബസ് ഒരു 8 മണിയാകുമ്പോൾ വരും. അപ്പോൾ പിന്നെ അങ്ങനെ അവളെ ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മ ഒന്നും വീട്ടിലില്ല കേട്ടോ, അമ്മ കുടുവിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. കുടുവും ഞാനും അച്ഛനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം കുടുവിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരുള്ളൂ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ അവളെ കൂടെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇവിടെ നല്ല കുറേ മത്തൻ്റെ ഇല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് കാണിച്ചു തരുന്നു ഇവിടെ കുറേ മത്തൻ്റെ ഇല ഉണ്ടെന്ന്. അപ്പോൾ കൂട് പോയിട്ടാ, പാടത്ത് നല്ല വെള്ളമായിരുന്നു. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ കാരണപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, കുളിക്കാനൊക്കെ ഉണ്ട്, അലക്കാനുണ്ട്. മുറ്റടി ഞാൻ കുറച്ച് മുറ്റടിച്ചിട്ടാ, ഫ്രണ്ടിൽ മാത്രം കുറച്ചടിച്ച്. അപ്പോൾ പാടത്ത് നല്ല വെള്ളമായതുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കുറച്ചിട്ടാണ്ട് കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് നോക്കി സംസാരിക്കുമ്പോൾ എന്തോ ഒരു ശരിയായിക്കോളും. പിന്നെ കാണട്ടാ. മുറ്റുമോൾ എമ്പടി വച്ചോണി തണുപ്പ് പിടിച്ചിരിക്കുകയാണ്. മുറ്റു ആമ ചുണ്ടണി ഏടാ ചായ വേണ്ട, ചായ ദോശപ്പാപ്പ് വേണ്ടേ, ദോശപ്പാപ്പ് വേണ്ടേ. ഏടാ എന്താ കിടത്തോൻ്റെ നിങ്ങൾ ഉഞ്ഞി വരുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ. പോയി ഇതെന്താട്ടലാണ്, ഇതെന്ത് വാലാട്ടലാണ്ടാ മുട്ടുവാ ഉണ്ടാക്ക വേണ ചായണ അങ്ങനെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ച് അപ്പോഴേക്ക് വീണ്ടും മഴ ഒന്നും കൂടി ചാറിയിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ ആ മഴച്ചാറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് വെയിലരച്ചപ്പോൾ അങ്ങനെ പുറത്ത് അങ്ങനെ തോരയിടണം കേട്ടോ. അപ്പോൾ അച്ഛനും കടയിൽ പോയി, ഏട്ടനും ചായ കുടിച്ചിട്ട് അങ്ങനെ ഓട്ടോയിൽ പോയിട്ടാ. അപ്പോൾ ഇന്ന് ഏട്ടൻ കാക്കി ഇടാതെ പോയത്. ഇന്നലെ രാത്രി നേരെ വൈകി വന്ന കാരണം പിന്നെ അങ്ങനെ കാക്കി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കാക്കിയൊക്കെ അലക്കിയിട്ട് ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം, തോരടലൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറും കറിയൊക്കെ വെക്കാൻ. അപ്പം ഇന്ന് മീനൊന്നും കിട്ടില്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മീനൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പം മീനിനാണെങ്കിൽ ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് മീനൊന്നും കിട്ടലില്ല കേട്ടോ. തക്കാളി അച്ചാറും മുരിങ്ങൻ്റെ ഇല കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്നും ഉണ്ടാവല്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ചായ കുടിക്കട്ടെ കേട്ടോ.
അപ്പോൾ ഞാനിതാ അങ്ങനെ അരക്കലും തോരടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ അടുക്കളയ്ക്ക് ചോറ് വയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്ന ഒരു മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതവിടെ ക്യാമറ ഇങ്ങോട്ട് നീക്കി വെക്കാൻ വയ്യ കേട്ടോ. അവിടെ സജിലേച്ചിൻ്റെ അപ്പുറത്ത് നമ്മുടെ അയൽവാസിയിൽ അവിടെ അടുക്കളയും ബാത്റൂമും തേക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു സൈഡിൽ ക്യാമറ വെച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓലക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ, ഓല മേടിക്കാൻ. അപ്പോൾ ഞാനിത് ഈ ഓല ഇവിടെ മുടഞ്ഞ് വെച്ചിട്ട് ഒരു 3 മാസത്തിന് മേലെയായിട്ടാണ്. നമ്മുടെ അടുക്കള മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മുടഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയാണല്ലോ. അപ്പോൾ മഴയത്ത് ഇരുന്നിട്ട് ഒരുവിധം നനഞ്ഞിക്കണം തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ അതങ്ങനെ എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓലക്കാരൻ വന്നപ്പോൾ അതങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി വെച്ച് കഴിഞ്ഞാൽ തീരെ ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പോൾ നോക്കുമ്പോഴോ മൊത്തം പകുതി മുക്കാലും നനഞ്ഞിട്ട് മൊത്തം കേട് വന്നിക്കണം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെയിൽ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ഉണക്കാൻ വേണ്ടി പരത്തിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അയൽവാസി സജിലേച്ചി. അപ്പോൾ ഞാൻ ഓല പരത്തുന്നുണ്ടപ്പോൾ അങ്ങനെ വർത്താനം പറയാനായിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ ഞാൻ കുറേ ഓലൊക്കെ പരത്തി അടിഭാഗത്ത് എത്തിയപ്പോൾ പിന്നെ കുറച്ച് ഓല നല്ല ഓല ഉണ്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര പരിശ്രമിച്ചാലും അത് ചിലപ്പോൾ ഫലം കണ്ടില്ല എന്ന് വരും. ഞങ്ങളുടെ അടുക്കള ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ അടുക്കളേൻ്റെ മറേൻ്റെ ഒരു അവസ്ഥ. അപ്പം ഞാൻ ഇപ്രാവശ്യം കുറേ കാലമായിട്ട് ഒരു 5 വർഷത്തിന് മേലായിരുന്നു മറച്ചിട്ട്. അപ്പോൾ ഈ വർഷമെങ്കിലും മറച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഓല മുടഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ. മറയ്ക്കുമെന്ന് പറഞ്ഞ് അച്ഛനോട് വെച്ച് മറച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അങ്ങനെ മറച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ മുടഞ്ഞ് വെച്ചതായിരുന്നു. പിന്നെ അച്ഛന് നേരമില്ല, ഇപ്പം മഴയൊക്കെ ആയ കാരണം പിന്നെ അങ്ങനെ മറയ്ക്കാനും പറ്റില്ല. ഇനി അത് ആ ഓല അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനല്ലാതാവും. അപ്പോൾ പോണടത്തോളം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല ഓലൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തു കേട്ടോ. അത് എന്താ പറയുക, കേട് വന്ന കാരണം പിന്നെ അത്ര വിലയൊന്നും കിട്ടിയില്ല. സാരമില്ല, പോട്ടെ. ചോറ് വയ്ക്കാം, ചോറും കറിയൊക്കെ വയ്ക്കാം. മീൻ കിട്ടിയില്ല. പച്ചക്കറി, പ്രത്യേകിച്ച് പച്ചക്കറി തക്കാളിയും പയറും മാത്രമേ ഉള്ളൂ. അപ്പോൾ പയർ ഉപ്പേരി വയ്ക്കുക, തക്കാളി അച്ചാറുണ്ടാക്കുക. ഇന്നത്തെ ഉച്ചയ്ക്ക് തക്കാളി കറി, പയറുപ്പേരി, പിന്നെ പപ്പടം കാച്ചാണ്ട് മുട്ട പൊരിക്കാനുണ്ട്. അപ്പം ഉണ്ടാക്കട്ടെ കേട്ടോ. നല്ല മഴയാണ്, അതാണ് തലയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അടുക്കളേൻ്റെ ഷീറ്റ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പോണത്. കണ്ട ഷീറ്റ് കണ്ടോളൂ. കറിയൊക്കെ വയ്ക്കാം കേട്ടോ. അപ്പോൾ അവിടെ പണിക്കാരുണ്ട്, സജിലേച്ചിൻ്റെ വീട്ടിൽ കാണിച്ചതേ. അവിടെ അവരടുക്കളേൻ്റെ അവിടെ തേക്കിയാണ്. അപ്പോൾ അവിടെ പണിക്കാരുണ്ട്. അപ്പോൾ അവിടെ പണിക്കാരുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ പിന്നെ ഞാൻ അവർ ചായ അടിക്കാൻ പോയ സമയം നോക്കി വേഗം കണ്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ മറയ്ക്കാൻ വേണ്ടി ഓല മുടങ്ങി വെച്ചിരുന്നല്ലോ, അത് ഇവിടെ മറയ്ക്കാൻ വിചാരിച്ചതായിരുന്നേ. ഇതിവിടെ ഇങ്ങനെ നമ്മൾ മറയ്ക്കരുത്. അപ്പോൾ ഇവിടുത്തെ കൊള്ളിയൊക്കെ നമ്മൾ കേട് വന്ന കാരണം പറിച്ചിട്ട്, പിന്നെ കുറച്ച് നല്ല കൊള്ളികളുണ്ടാവുകൊണ്ട് അവിടെ വെച്ച്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരുന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓല മുടങ്ങി വെച്ചത്. അപ്പോൾ ഇനി എന്തായാലും ആ ഓല ഞാൻ ഓല വിറ്റെന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു വില ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. 6 രൂപ ഒരു ഓലയ്ക്ക്. മൊത്തം കേടാണ്, അതന്നെ കിട്ടിയത് വലിയ കാര്യം. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഓല കേട് വന്ന വെച്ചാൽ നമ്മൾ അട്ടിയിട്ട സമയത്ത് മഴ കൊണ്ടിട്ട് അങ്ങനെ കേട് വന്നതാണ് കേട്ടോ മൊത്തം. ഇനി ഇതൊന്നും പറ്റില്ല. ഓല കെട്ടുമ്പോഴേക്കും നല്ല മഴ വന്നു. അപ്പോൾ പിന്നെ ആ ഓല അവിടെ കിടന്ന് നനഞ്ഞു. പിന്നെ അങ്ങനെ ഞാനത് അവിടെ ഇട്ട് പിന്നെ ചോറും കറിയൊക്കെ വെക്കാനായിട്ട് പോയി. ഈ ഓല ഒന്നും എടുക്കില്ല കേട്ടോ, അതൊക്കെ മൊത്തം ചെതൽ വന്നു. അപ്പോൾ അതൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റിയിട്ട് ഈ ഓലയൊക്കെ കേടാ. അവിടെയൊക്കെ ചെതൽ വന്ന് ഇതാ ഇവിടെ ചെതലാണ്, ഇവിടെ ചെതലാണ്.
ചില സമയത്ത് അങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. കണ്ടില്ലേ, മൊത്തം കേടായി. ഇതൊക്കെ വെയിൽ വന്നിട്ട് ഉണക്കി കത്തിക്കില്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പിന്നെ അങ്ങനെ ഓലക്കാരനൊക്കെ പോയതിന് ശേഷം പിന്നെ അങ്ങനെ ഞാൻ അതിൻ്റെ ഓല കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ചോറും കറിയും തക്കാളി അച്ചാറാണ് കേട്ടോ, അല്ലാതെ കറി പോലെയല്ല. തക്കാളി ഇങ്ങനെ എന്താ പറയുക, തക്കാളി അച്ചാർ ഉണ്ടാക്കുമല്ലോ, തക്കാളി കറി. അതിന് ചില സമയത്ത് ചിലയിടത്ത് തക്കാളി കറി എന്ന് പറയും, ചിലയിടത്ത് തക്കാളി അച്ചാറെന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അടുപ്പത്ത് തന്നെ. പിന്നെ ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചതും പപ്പടം കാച്ചിയതും. അപ്പോൾ ഞാൻ ഗ്യാസുമ്മ ഉപയോഗിച്ചൂടെയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ. പക്ഷേ ഗ്യാസുമ്മ ഞാൻ എന്നും പറയണ പോലെ തന്നെ ഗ്യാസുമ്മ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് അവിടെ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഏട്ടന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കുറച്ചൊരു ടൈറ്റാണ്. അപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ പോയി കാര്യം. പിന്നെ ഞാൻ ആ ഓല പരത്താനും മഴ വന്നപ്പോൾ അതിന് കുറച്ച് നേരം മഴയൊക്കെ കൊണ്ടുപോകല. അപ്പോൾ പിന്നെ ഓല അട്ടിയിടാനും പിന്നെ അയലുമ്മ നമ്മൾ കുറേ തോരട്ടിയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ പോയപ്പോൾ പിന്നെ അടുപ്പത്തെ കനലൊക്കെ അങ്ങനെ കെട്ട്. അപ്പോൾ പിന്നെ വീണ്ടും തീ പിടിപ്പിക്കേണ്ടേ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഗ്യാസുമ്മ ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് തന്നെ പപ്പടം കാച്ചലും മുട്ട ഉണ്ടാക്കലൊക്കെ അടുപ്പത്ത് തന്നെ അങ്ങനെ ചെയ്യും. പിന്നെ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ പപ്പടം കാച്ചാനോ മുട്ട ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മീൻ പൊരിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പണി ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസുമ്മ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ അയൽമത്ത് എടുത്തിടാനൊക്കെ വേണ്ടി പോയപ്പോൾ അങ്ങനെ അടുപ്പത്തുണ്ടായിരുന്ന കാനലൊക്കെ കെട്ടതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഈ ഗ്യാസുമ്മ വെച്ചത്. അപ്പോൾ ഞാനിതാ പപ്പടക്കോല് നോക്കിയാൽ പപ്പടക്കോല് കാണുന്നില്ല. അപ്പോൾ കത്തി കൊണ്ടാണ് കേട്ടോ പപ്പടം കുത്തുന്നത്. പിന്നെ ഇതാ പപ്പടമൊക്കെ ഞാനൊരു കവറിലങ്ങനെ ഇട്ടേക്കാണ്. പപ്പടപാത്രം കഴുകിയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കവറിലിട്ടേക്കാണ്. എന്നിട്ട് നല്ല മഴ ചെയ്തപ്പോൾ ഞാനിതൊക്കെ കൂടി ഇവിടെ സീറ്റുമ്മ അവിടെ അങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടാ. തുണിയൊക്കെ കൂടി അവിടെ സീറ്റുമ്മ എടുത്തിട്ടതായിരുന്നു. പിന്നെ കൈയൊന്ന് ഒഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ നമ്മുടെ അടുക്കളയിൽ തന്നെ അടുപ്പിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ അയൽ. അടുപ്പ് ഒരു സൈഡിലും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ അയൽ കെട്ടിക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് തോരിടാനൊക്കെ സുഖമാണ്. ഈ ഭാഗത്ത് കരി ഉണ്ടെങ്കിലും അവിടെ എന്താ പറയുക, ഷീറ്റ് ഉണ്ടല്ലോ, മേലിട്ട ഷീറ്റ് അങ്ങനെ ഓട്ടയായിട്ടില്ല. ഈ പുക നേരിട്ട് കൊള്ളുന്ന ആ ഭാഗത്താണ് കേട്ടോ വേഗം ഓട്ടയത്. അല്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു കേടൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒന്നും ചെറുതായിട്ടൊക്കെ ചോരും, ഒന്ന് രണ്ട് തുള്ളി അങ്ങനത്തെ ഇതിലൊക്കെ ചോരും. നമ്മുടെ അടുപ്പ് ഇരിക്കുന്ന അവിടുത്തെ അത്ര ഇവിടെ അങ്ങനെ ചോരില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തോരയിടൊക്കെ ചെയ്യുക. അപ്പോൾ തോരയിടാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഒന്നിനും സ്ഥലമില്ലെങ്കിലും തോരയിടാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഇത്ര പോലും ഇല്ലാത്തത്ര പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സമാധാനം വരുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇല്ലായ്മ ഒന്നുമില്ലാന്ന് തോന്നും കേട്ടോ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം ഇങ്ങനെ എന്താ വെച്ചാൽ നിലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല. ഈ പെയിൻറ്റിങ് തന്നെ ഈ വീടിൻ്റെ പെയിൻ്റ് അടിച്ചത് ഞാനാണ് കേട്ടോ. ഫസ്റ്റ് ഇവർ വൈറ്റ് സിമെൻ്റ് അടിച്ചിരുന്നു. വൈറ്റ് സിമെൻ്റ് എന്നല്ല ഫസ്റ്റ് അടിക്കുന്നത്, അത് അങ്ങനെ അടിച്ചിരുന്നു. പിന്നെ കൂടുവിൻ്റെ അച്ഛൻ എവിടെയോ പണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് പെയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ പെയിൻ്റായിട്ട് ഞാൻ നമ്മുടെ ഈ വാർപ്പിൻ്റെ റൂഫിൻ്റെ ഭാഗമില്ലേ, മോൾ ഭാഗത്ത് അടിക്കാതെ അങ്ങനെ ചുമരുമൊക്കെ ഞാനും കൂടുവിൻ്റെ അമ്മയും കൂടി അങ്ങനെ കുറേ കാലം മുന്നേ പെയിൻ്റ് അടിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ അങ്ങനെ യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട്, യൂട്യൂബുണ്ട്, ഞാൻ യൂട്യൂബിലില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് മേടിച്ച് അടിക്കുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, മേടിച്ച് അടിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം പെയിൻറ്റ് അടിക്കാനോ അങ്ങനെയുള്ള എങ്കൃതപ്പണിയൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ മഴയൊക്കെ ഒന്ന് മാറി ഭയങ്കര കാറ്റ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നല്ല മഴക്കാറുണ്ട്, കണ്ടില്ല ആകാശത്തൊക്കെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇനി അവിടെ ഓലയിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നനയും വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് അട്ടിയിട്ടോ. അട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ പായ ഇട്ടിട്ട്, പിന്നെ പായ പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഓലയും കൂടി വെച്ചിട്ടാണ്. പക്ഷേ ഈ ഓല ഇത് വെക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇനിയുള്ള ഓല മൊത്തം കേടാണ്. അത് ഇനി കത്തിച്ച് കളയാനേ പറ്റുള്ളൂ. വെയിലൊക്കെ വന്ന് അങ്ങനെ കുറേശ്ശെ ഉണക്കി കത്തിക്കാം. പിന്നെ ഇന്നലെ രാത്രിയായപ്പോൾ ഭയങ്കര പായസം കുടിക്കാനൊരു പൂതിയിട്ടാണ്. അപ്പോൾ ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 2-3 ഗ്ലാസ് സേമിയയ്ക്ക് 2-3 ഗ്ലാസ് പായസത്തിനുള്ള സേമിയ ഉണ്ടായിരുന്നു കേട്ടോ. അണ്ടി മുന്തിരി അങ്ങനെയൊന്നുമില്ല, ഏലക്കായും പാലും പഞ്ചസാരയും സേമിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ പായസം കുടിക്കാൻ ഒരു പൂതി വന്നപ്പോൾ പിന്നെ അങ്ങനെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പായസമാണ് കേട്ടോ. അപ്പോൾ
കുറച്ച് ബാക്കിയുണ്ട്, ഒരു 2 ഗ്ലാസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പായസം കുടിക്കാൻ കേട്ടോ. അപ്പം ഞാൻ പായസം കുടിക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ തന്നെ ഓടി വന്നിക്കുകയാണ് മറ്റേ ആൾ. മിട്ടു കൂടെ നടക്കുകയാണ്. പാലിൻ്റെ മണം കേട്ടിട്ടാണ്. പാല് ഭയങ്കര ഇഷ്ടം ആൾക്ക്. അപ്പം അങ്ങനെ ഞാൻ കുടിക്കുമ്പോൾ കൂടെ വന്നതാണ്. അങ്ങനെ ഞാൻ ഓനും കുറച്ച് സേമിയൊക്കെ അങ്ങനെ കോരിയിട്ട് അങ്ങനെ അവിടെ നിലത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓനും അങ്ങനെ പാത്രമൊന്നുമില്ല, അവൻ്റെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്താണ് ഐ ഇത് എനിക്ക് വേണോ കിട്ടുവാ അണക്കറിയാം ഞാൻ അവിടെ തന്ന് പിന്നെ ഇങ്ങോട്ട് വരിക തരാണ് കേട്ടാ. ഞാൻ കുടിക്കട്ടെ, നമുക്ക് തന്നില്ലേ, നമുക്ക് ഞാൻ അവിടെ തന്നില്ലേ, ഞാൻ കുടിക്കട്ടെ, ഞാൻ കുടിക്കട്ടാ. ആ ഇവിടൊക്കെ ആവൂലേ, അല്ലെങ്കിൽ ഉറുമ്പാണ് മൊത്തം കേട്ടോ. കേട്ടോ വേണോ പായസം വേണോ? വേണോ? വേണമെങ്കിൽ മ്യാവൂന്നറി, വേണോ മ്യാവൂന്നറി കിട്ടുക. പായസം വേണോ? വാ വാ അവിടെ കയറിക്ക. വേണോ? വേണോ? പായസം കൊതിയാണ്, പായസം കൊതിയെ 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 കൊട്ടാപ്പൂ കൊട്ടാപ്പുവാ കൊതിയെ കൊതിയാ കൊതിയെ കൊട്ടാപ്പുവാ. ഇതാ നാക്കലോ ഇത് എന്നടാ ഈ ഇതാണ് പാല് മൊത്തം നോക്കി കുടിക്കും. ലാസ്റ്റാണ് ആ സേമി തിന്ന്. ഇങ്ങോട്ട് നോക്കാതിട്ടാ കണ്ണു മുമ്പിൽ കുടിച്ചോട്ടാ. നീ ഇതിൻ്റെ കണ്ണു മുമ്പണേ, എൻ്റെ കണ്ണ് കാണില്ലടാ. അങ്ങോട്ട് നോക്കി പൂച്ച കണ്ണ് എന്നിട്ട് കണ്ണടച്ച് പാല് കുടിക്കാതെ തന്നെ മതി. കണ്ണ് തുറന്നിക്കണേ, ഇടയ്ക്ക് കണ്ണ് കൂട്ടുണ്ടല്ലോ. അപ്പോൾ ചോറും കറികളൊക്കെ ആയി. ഇനി ചോറുണ്ണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചോറിലേക്ക് ഉണ്ടാക്കി കറികളൊക്കെ ഒന്ന് കാണാം. കണ്ടോ കേട്ടോ, ചോറ് വിളമ്പിയിട്ടുണ്ട്. ഈ കറി കുറച്ച് തക്കാളി അച്ചാറ്, പിന്നെ അത് പയറുപ്പേരിയാണ്. പിന്നെന്താ എല്ലാവരും മൂന്ന് കഴിച്ചോ? പിന്നെന്താ മുട്ട ഓംലേറ്റ് അതൊന്നുണ്ട് കേട്ടോ. പിന്നെ പപ്പടം പാത്രം കഴുകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പപ്പടം ഒരു കവറിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പപ്പടം. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കറികൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ രാവിലത്തെ ദോശയ്ക്ക് ഉണ്ടാക്കിയ കടലക്കറീൻ്റെ കടല ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലയും കൂട്ടിയിട്ട് അങ്ങനെ കറി ഒഴിവാക്കിക്കും കേട്ടോ. ഇത് കടല മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കടലയും തക്കാളിച്ചാറും മുട്ടയും പയറുതോരനും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ചോറ്. അപ്പോൾ ചോറുണ്ടട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം അവിടെ കിടന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോസ് കാണുന്നതിലിടയ്ക്ക് മറ്റേ ലിയ മാത്യുവിനെ അറിയണ്ടാവും, ഇതൊക്കെ അറിയണ്ടാവും. ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള അവരിങ്ങനെ സ്കിറ്റ് അങ്ങനത്തെ ഒരു ഇതാണ് ചെയ്യുക. അപ്പോൾ അതിൽ മിനിയാന്ന് ചെയ്ത ഒരു സ്കിറ്റ് അങ്ങനെ കണ്ട് കുറേ കരഞ്ഞു. അപ്പോൾ ആ സ്കിറ്റ് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര മിനിയാന്ന് ചെയ്ത സ്കിറ്റാണ്. അപ്പോൾ അതിങ്ങനെ കണ്ട് കിടന്ന് കുറേ നേരം കണ്ട് സങ്കടം വന്നു.